പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങളുടെ ഗതി എന്താണ്? പാകിസ്ഥാനിൽ ഹിന്ദുക്കളുടെ ഗതി എന്താണ്? ക്രിസ്ത്യാനികളുടെ ഗതി എന്താണ്? പാകിസ്ഥാനിൽ അവിടെയുള്ള മുസ്ലിങ്ങൾ തന്നെ പീഡിപ്പിക്കുന്ന അഹമ്മദിയ മുസ്ലിങ്ങളുടെ ഗതി എന്താണ്? ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ വിഭജിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് വളരെയധികം ചുരുങ്ങി. ഹിന്ദുക്കൾ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായി മാറി. എന്നാൽ ഇപ്പോൾ ഒരു ചെറിയ ആശ്വാസം പാകിസ്ഥാനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. 2014 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുമതലയേറ്റ ശേഷം ലോകത്തുള്ള മുഴുവൻ ഹിന്ദുക്കൾക്കും വലിയൊരു ആശ്വാസമാണ് ലഭിച്ചത്. പല നാടുകളിലും ഹിന്ദുക്കൾ പെർസിക്യൂട്ട് ചെയ്യുന്നത്, പീഡിപ്പിക്കപ്പെടുന്നത് ഒന്നും തന്നെ നടക്കാത്തൊരു സാഹചര്യമുണ്ടായി. ഇന്ന് തന്നെ US ഒരു നിയമം ഹിന്ദുക്കളെ പീഡിപ്പിക്കുന്നവർക്കെതിരെ ഒരു നിയമം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് എന്താണ്? പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ 2017 ഓർക്കണം, 2017 മുതലാണ് പറയുന്നത്. 2017 3.5 ദശലക്ഷമായിരുന്നു. ഈ റിപ്പോർട്ട് പ്രകാരം 2023 3.8 ദശലക്ഷമായി വർദ്ധിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഒരു ഇസ്ലാമിക രാജ്യത്ത് ഹിന്ദുക്കൾ ന്യൂനപക്ഷ സമൂഹമായി മാറി. കഴിഞ്ഞ വർഷത്തെ സെൻസസിൽ നിന്നാണ് ഈ കണക്കുകൾ എടുത്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് 2023 7ാമത് ജനസംഖ്യാ ഭവന സെൻസസിന്റെ ഫലങ്ങൾ വ്യാഴാഴ്ചയാണ് പ്രഖ്യാപിച്ചത്. പാകിസ്ഥാൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കനുസരിച്ച് 2023 രാജ്യത്തെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് 24,4,58,089 ആണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മൊത്തം ജനസംഖ്യയിൽ മുസ്ലിങ്ങളുടെ പങ്ക് 2017 96.47%. പാകിസ്ഥാനിൽ 100ൽ 96.47, 96.50 അവിടെ മുസ്ലിങ്ങളാണ്. ഇതിൽ 2023 അവിടെ 96.35% അവിടെ മുസ്ലിങ്ങൾ കുറഞ്ഞു എന്നാണ് പറയുന്നത്. അതേസമയം കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ എല്ലാ മത ന്യൂനപക്ഷങ്ങളുടെയും ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. എന്നിരുന്നാലും മൊത്തം ജനസംഖ്യയുടെ ശതമാനം എന്ന നിലയിൽ അവരുടെ പങ്കാളിത്തം ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു ചിത്രമാണ് നൽകുന്നത്. എന്തായാലും പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ 2018 3.5 ദശലക്ഷമായുള്ള ഹിന്ദുക്കളുടെ ജനസംഖ്യ ഇപ്പോൾ 3.8 ദശലക്ഷമായി വർദ്ധിച്ചു. എന്നാൽ മൊത്തം ജനസംഖ്യയിൽ അവരുടെ പങ്ക് 1.73% നിന്ന് 1.61% കുറഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 1.73% ഹിന്ദുക്കൾ 1.61% ഇപ്പോൾ അവിടെ കുറഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് മറ്റു ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജനസംഖ്യ അതിവേഗം വളരുകയാണ് എന്നുള്ളതാണ്. അതായത് ഹിന്ദുക്കളുടെ ഈ ജനസംഖ്യ ശതമാനം കുറയുന്നത് മറ്റ് ന്യൂനപക്ഷങ്ങൾ അവിടെ വളരുന്നു എന്നുള്ളതുകൊണ്ടാണ്. പ്രധാനമായും ക്രിസ്ത്യാനിറ്റി പാകിസ്ഥാനിൽ അതിഭീകരമായി വളരുന്നു എന്നുള്ളതാണ്. ഈ വളരുന്നു എന്ന് പറയുമ്പോൾ അവിടെ 96% മുസ്ലിങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ക്രിസ്ത്യാനികൾ അവിടെ അതിഭീകരമായി വളരുന്നു എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ താരതമ്യേന വളരുന്നു എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അല്ലാതെ 96% ഒന്നും കവച്ചു വയ്ക്കാൻ അവിടെ ക്രിസ്ത്യാനിറ്റിക്ക് സാധിക്കില്ല, അതിനെ അവർ സമ്മതിക്കുമില്ല എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ക്രിസ്ത്യാനിറ്റി നോക്കുകയാണെങ്കിൽ മൊത്തം ജനസംഖ്യയിൽ 1.27% നിന്ന് അവർ 1.37% വർദ്ധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2.6 ദശലക്ഷത്തിൽ നിന്ന് 3.3 ദശലക്ഷമായി ക്രിസ്ത്യൻ ജനസംഖ്യ അവിടെ ഉയർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അഹമ്മദിയ മുസ്ലിങ്ങൾ അവരുടെ ജനസംഖ്യയിൽ വളരെയധികം കുറവ് രേഖപ്പെടുത്തുന്നു എന്നുള്ളതും പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഈ സുപ്രധാനമായ റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.